ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സെയ്ത് പാറയിൽ പാറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അട്ടപ്പാടിയിൽ റിസോർട്ടിനെല്ലാം അനുയോജ്യമായ ഒരു അടിപൊളി സ്ഥലം വേണം. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ ദൂരം മാത്രം. 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ ക്ലിയറായി പറയാം. ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ അഗളി താലൂക്കിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ആ 100 മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഇതിലേക്കുള്ളത്. ഈ സ്ഥലം റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഉള്ളത്. മലകളുടെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാലുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ്. ഇതിൻ്റെ അടുത്തെല്ലാം തന്നെ റിസോർട്ടുകളെല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതിൽ തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, ജാതിക്ക, അതുപോലെ സപ്പോട്ട, അതുപോലെ കുരുമുളകുകൾ ഇവയെല്ലാമാണ് കൃഷിയായിട്ടുള്ളത്. ഇതിൽ 150ഓളം കുരുമുളകിൻ കൊടികളുണ്ട്. അതിൽ 30 എണ്ണം കായ്ക്കുന്നുണ്ട്. ബാക്കി തൈയാണ് ഉള്ളത്. അതുപോലെ തന്നെ കാപ്പിയാണെങ്കിൽ ഏകദേശം 100ഓളം കാപ്പി തൈകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ജാതി ആണെങ്കിൽ 30ഓളം ജാതിക്കയും ഇതിലുണ്ട്. അത് ചിലത് കായ്ക്കുന്നുണ്ട്, ചിലത് തൈയാണ്. പിന്നെ 30ഓളം കവുങ്ങുകൾ, അതുപോലെ 7ഓളം തെങ്ങ് ഇവയെല്ലാം ഇതിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ 10ഓളം പലതരം മാവുകൾ, അതുപോലെ തന്നെ 10ഓളം പലതരം പ്ലാവുകൾ ഇവയെല്ലാം തന്നെ ഇതിലുണ്ട്. കൂടാതെ സപ്പോട്ട, നെല്ലി, ഗ്രാമ്പു, കുറേ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഇതിൽ ഉള്ളതാണ്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വരുമാനവും അതുപോലെ തന്നെ ഭാവിയിൽ നല്ലൊരു വരുമാനവും ആയി വരുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത്. ഇതിൽ 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും 100 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് എന്ന്. അതുപോലെ തന്നെ ഒരു സെൻറ്ററിലേക്കും ഇവിടെ നിന്ന് വളരെ അടുത്താണ്. ഏകദേശം ഒരു 300 മീറ്റർ ദൂരം മാത്രമേ കടകളെല്ലാമുള്ള ഒരു സെൻറ്ററിലേക്കുള്ളൂ. ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ്. ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട്. അതിലെല്ലാം സുലഭമായ വെള്ളം തന്നെയാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിൽ ഉള്ളതാണ്. ഈ സ്ഥലം നിരന്ന സ്ഥലമല്ല, ചെറിയൊരു ചെരുവുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ സെൻറ്ററിലൂടെ പൊതു റോഡാണുള്ളത്. ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഈ സ്ഥലം കിടക്കുന്നത്. റിസോർട്ടിനെല്ലാം അനുയോജ്യമായി കിടക്കുന്ന നല്ല വ്യൂ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. ഈ സ്ഥലം നിങ്ങൾക്ക് റിസോർട്ടുകളാക്കി മാറ്റിയെടുക്കാനോ ഇനി അതല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിച്ച് നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫാം ഹൗസാക്കി നിങ്ങൾക്കത് മാറ്റിയെടുക്കാം. എല്ലാ പർപ്പസിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന വെറും 100 മീറ്റർ ദൂരം മാത്രം ഉള്ള ഈ അടിപൊളി 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും 50 ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി സ്ഥലവും വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടു നോക്കാം. പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ വലിയൊരു ലിവിങ് റൂമാണ് ഉള്ളത്. ഈ ഭാഗത്ത് മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, ആംഗിൾ അടിച്ച ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നിലത്തെല്ലാം തന്നെ നല്ല ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ഈ ലിവിങ് റൂമിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ഹാളിലോട്ടാണ്, ചെറിയൊരു ഹാളിലോട്ടാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ മേൽക്കൂര വാർത്തിരിക്കുകയാണ്. ഇതിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. ഇതിൽ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം. ഇവിടെ നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം. ഇതും ഇവിടെയും നിലത്ത് കാവിയാണ് ഇട്ടിരിക്കുന്നത്. ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്.
പിന്നെ ഈ ഹാളിൽ നിന്നും നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ. ഇതിൻ്റെ ഒരു സൈഡിലായി വാഷ് ബേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവരത് സ്റ്റോർ റൂമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് നേരെ കിച്ചണിലോട്ടാണ്. ഈ കിച്ചണിൽ ഒരു സൈഡിലായി വിറകടുപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിലായി ഗ്യാസ് സ്റ്റൗവെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുറത്തോട്ടൊരു എൻട്രൻസ് കൊടുത്ത് പുറത്ത് ഒരു കോമൺ ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പാറിയൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്താകുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.